നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 ഓഗസ്റ്റ് 3 മുതൽ 10 വരെയുള്ള ഈ ആഴ്ചത്തെ നക്ഷത്രഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. രാശിമണ്ഡലത്തിലുള്ള 12 രാശികളിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായി മേടം രാശി. മേടം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. പ്രവൃത്തി മണ്ഡലത്തിൽ മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും. കിട്ടാക്കടം തിരികെ ലഭിക്കും. നമുക്കുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ കഴിയും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. അയൽ ബന്ധങ്ങൾ പുഷ്ടിപ്പെടും. യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്തത് ഇടവക്കൂറ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക. പ്രവൃത്തി മേഖലയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുമായി തർക്കങ്ങൾ വന്നു ചേരും. സ്ഥാനചലനത്തിന് ഇടയുണ്ട്. ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും. എന്നാൽ ഈ ആഴ്ചയുടെ മധ്യത്തോടുകൂടി ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുമായി രമ്യതയിലാകും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും. അയൽ ബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും. സുഹൃത്ത് ബന്ധങ്ങളുമായി പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയും. അടുത്തത് മിഥുനക്കൂറ്. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവുക. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വിദ്യാഗുണം നേടും. സർക്കാർ സഹായം ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ചിരകാല അഭിലാഷം സഫലീകൃതമാകും. പിതൃസ്വത്തുക്കൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കും. ശത്രുക്കൾ പരാജയപ്പെടും. അടുത്തത് കർക്കിടകക്കൂർ. പുണർതം കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ അല്പം ദൂഷ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവൃത്തി മേഖലയിൽ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കണം. കടബാധ്യതകളൊക്കെയും വർദ്ധിക്കും. ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് അധികരിക്കും. ധനാഗമ മാർഗങ്ങളൊക്കെ കയ്യിൽ വന്നു ചേരുമെങ്കിലും മിച്ചപ്പെടുത്താൻ സാധിക്കില്ല. അധ്വാനത്തിനനുസരിച്ച അംഗീകാരം കിട്ടാതെ വരും. അയൽക്കാരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും മനസ്താപത്തിന് ഇടയുണ്ടാവുകയും ചെയ്യും. രോഗാരിഷ്ടതകൾ മൂലം ധനച്ചെലവ് ഏറും. ബന്ധുവിരഹത്തിന് ഇടയുണ്ട്. അപകടങ്ങളിൽ ഒടിവ്, ചതവ് എന്നിവയുണ്ടാകാതെ സൂക്ഷിക്കണം. എന്നാൽ ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി വിദേശ യാത്രയ്ക്കുണ്ടായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കും. പുതിയ
സംരംഭങ്ങൾ തുടങ്ങാനും അവയിൽ നിന്ന് ആദായം ലഭിക്കാനുമുള്ള സാധ്യത വർദ്ധിക്കും. ബന്ധുസമാഗമവും ബന്ധുഗുണവും ഉണ്ടാകും. അടുത്തത് ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, കാല് ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്നത്. വളരെ നല്ല സമയമാണ്. വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും. പുതിയ സംരംഭങ്ങളിൽ നിന്നും ആദായം കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. ജീവിത പുരോഗതിക്കായി പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. ഭാര്യാസ്ഥാനത്തു നിന്നും സഹായങ്ങൾ ലഭിക്കും. സഹോദര ഗുണമുണ്ടാകും. സഹായസ്ഥാനങ്ങൾ വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ജനസ്വാധീനം വർദ്ധിക്കും. വാഹനലാഭം, ധനലാഭം, ഭൂമിലാഭം എന്നിവ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അടുത്തത് കന്നിക്കൂർ. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ കൂറുകാർക്ക് ചില ദൂഷ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പ്രവൃത്തി മേഖലയിൽ പറയത്തക്ക നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ സഫലീകൃതമാകാൻ താമസിക്കും. ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം നേരിടും. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാകും. വാക്കു പാലിക്കാൻ പറ്റാതെ വരും. എടുത്ത തീരുമാനങ്ങളൊക്കെയും മാറ്റേണ്ടി വരും. എങ്കിൽ തന്നെയും സഹപ്രവർത്തകർ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദര ബന്ധങ്ങളൊക്കെയും നമുക്ക് ഗുണം ചെയ്യും. അപ്രതീക്ഷിത സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. കൂട്ടു ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാനും ശത്രുക്കൾ വർദ്ധിക്കാനുമുള്ള സാധ്യത ഉണ്ട്. കുടുംബ സൗഖ്യം കുറയും. അടുത്തത് തുലാക്കൂറ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രങ്ങൾ ചേരുന്ന കൂറാണിത്. ഇവർക്ക് പ്രവൃത്തി മേഖലയിലുണ്ടായിരുന്ന മന്ദത മാറിക്കിട്ടും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും നേട്ടങ്ങളും ഉണ്ടാകും. വ്യാപാര ബന്ധങ്ങളൊക്കെയും വിപുലീകരിക്കാൻ പറ്റും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം. അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങൾ വന്നുചേരും. വാഹന ഇടപാടിൽ നേട്ടങ്ങളുണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം നേടും. അടുത്തത് വൃശ്ചികക്കൂറ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വിദ്യാഗുണം നേടും. പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ഗുരുഭൂതന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയൽബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും. ചിരകാല അഭിലാഷം സഫലീകൃതമാകും. സഹോദരന്മാരുമായിട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളൊക്കെയും പരിഹരിച്ച് സഹകരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങും. വ്യാപാര ബന്ധങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. കൂട്ടു ബിസിനസ്സിലും വളരെയധികം പുരോഗതി ഉണ്ടാകും. വാഹന ഇടപാടിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടായിത്തീരും. അടുത്തത് ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, കാല് ശത്രുക്കൾ മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകും. ദുർജന സംസർഗം മൂലം പ്രവൃത്തി മേഖലയിൽ
പലവിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുൻകോപം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെയും മറ്റു ബന്ധങ്ങളെയും ഒക്കെ തകർക്കാനിടയാകും. പ്രവൃത്തി മേഖലയിൽ ആരോപണങ്ങളെ നേരിടേണ്ടി വരും. മേലധികാരികളുടെ ശത്രുതയുണ്ടാകാനും സ്ഥാനചലനത്തിനും സാധ്യതയുണ്ട്. ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും. തർക്കങ്ങൾ കലഹങ്ങളായി മാറും. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കും. അടുത്തത് മകരക്കൂറ്. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാനും അവയിൽ നിന്ന് ആദായം ലഭിക്കാനും എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി ചില ബന്ധങ്ങൾ ഉണ്ടായിത്തീരും. തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സഹോദരന്മാർ സഹായിക്കും. ബന്ധുഗുണവും ബന്ധുസമാഗമവും ഉണ്ടാകും. തൊഴിൽ സ്ഥിരത, സന്താന ഗുണം, ധനവരവ് എന്നിവ ലഭിക്കും. അപ്രതീക്ഷിതമായ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കും. ഭൂമി ലാഭം ഉണ്ടാകും. തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് കുംഭക്കൂറ്. അവിട്ടം അര, ചതയം, പൂരിട്ടാതി മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാനും പുണ്യകർമ്മങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തും. സഹോദര ഗുണം ഉണ്ടാവുകയും ബന്ധുക്കൾ സഹായിക്കുകയും ചെയ്യും. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. അംഗീകാരവും പുതിയ സ്ഥാനമാനങ്ങളും ലഭിക്കും. തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും. സ്നേഹബന്ധങ്ങൾ മൂലം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. ഉന്നതന്മാരുമായുള്ള ബന്ധം മൂലം പല തർക്കങ്ങളും പരിഹരിക്കാനും അവരിൽ നിന്നും മറ്റു പലവിധ ഗുണങ്ങളും ലഭിക്കാനുമുള്ള സാധ്യതയുണ്ടാകും. തർക്കത്തിൽ കിടന്ന, വ്യവഹാരത്തിൽ കിടന്നിരുന്ന സ്വത്തുക്കൾ തിരികെ ലഭിക്കാൻ ഇടയുണ്ട്. ശത്രുക്കളൊക്കെയും പരാജയപ്പെടും. ബുദ്ധിപൂർവമുള്ള ഇടപെടൽ മൂലം പ്രവൃത്തി മേഖലയിലെ ചില പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയും. പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും. അയൽക്കാർ സഹായിക്കും. അടുത്തത് മീനക്കൂറ്. പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി. പൊതുവെ ഒരു മോശ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രവൃത്തി മേഖലയിൽ മന്ദത അനുഭവപ്പെടും. അയൽക്കാരുമായും സഹപ്രവർത്തകരുമായും ബന്ധുക്കളുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാനും മനക്ലേശം വർദ്ധിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരും. അപകടങ്ങളിൽ ഒടിവ്, ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാതെ വളരെയധികം സൂക്ഷിക്കണം. സഹോദര ഗുണം ലഭിക്കുമെങ്കിലും ചില ശത്രുത അവരിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ ചതിക്കാനിടയുണ്ട്. പ്രവൃത്തി മേഖലയിലെ പല അനുഭവങ്ങളും നമുക്ക് പ്രതികൂലമായി വരും. അധ്വാനത്തിനനുസരിച്ച പ്രതിഫലമോ അംഗീകാരമോ ലഭിക്കാതെ വരും. ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. കടബാധ്യതകൾ വർദ്ധിക്കും. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും.